തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ മരിച്ച ബിസ്മീറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടറിന് മരണം ഹൃദയാഘാതം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് ബിസ്മീർ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. റാഹിസ് റഷീദ്, ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ വാദം ശരിവെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നു. മരണകാരണം ഹൃദയസ്തംഭനമാണ്. നേരത്തെ തന്നെ ബിസ്മീറിന് ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് ആശുപത്രി അധികൃതർ പറഞ്ഞത് ശരിയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ ആവശ്യവുമായിട്ട് അവസ്ഥയിൽ ബിസ്മീർ വന്നതാണ്. അന്ന് ചികിത്സ നൽകി വിട്ടയച്ചതാണ്. ഒരു വിദഗ്ധ ചികിത്സ തേടണമെന്ന് പറഞ്ഞതാണ്, അത് ചെയ്തില്ല. അപ്പോൾ മരണകാരണം ഹൃദയസ്തംഭനമാണ് എന്നാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? അത് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും നഴ്സും പറഞ്ഞത് ശരിവെക്കുകയല്ലേ? അരുൺകുമാർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ, KGMO, സർക്കാർ എന്നിവരൊക്കെ പറഞ്ഞത് ശരിവെക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ബിസ്മീറിൻ്റെത് പുറത്തു വന്നത്. അതിൽ പറയുന്നത് ഹൃദയാഘാതം തന്നെയാണ് ബിസ്മീറിൻ്റെ മരണകാരണം. ശരീരം നീല നിറമായത് ബന്ധുക്കൾ ഉയർത്തിയിരുന്നു, ഒരു പ്രശ്നമാക്കി പറഞ്ഞിരുന്നു. പക്ഷേ അത് ഓക്സിജന്റെ കുറവ് മൂലം സംഭവിച്ചതാണ്, മറ്റു പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശ്വാസനാളത്തിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ കുടുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്വാസമെടുക്കാൻ ബിസ്മീർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം എന്നും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് പറയുന്നത് ശരിയല്ല എന്നതാണ് കുടുംബത്തിന്റെ പ്രതികരണമുള്ളത്. ഹൃദയാഘാതം ആണെങ്കിൽ തന്നെ കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ ആശുപത്രി അധികൃതർ നൽകിയിരുന്നില്ല എന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം ബിസ്മീറിന്റെ കുടുംബം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. പക്ഷേ റഹീസ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ അതാണല്ലോ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഏതൊരു മരണകാരണമായിട്ടും അറിയുക. അപ്പോൾ ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അതിനും അപ്പുറം പിന്നെ നമുക്ക് എന്തു പറയാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. 2, ഈ ശ്വാസകോശത്തിൽ തന്നെ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ കുടുങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമായിരുന്നു. മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളതാണ്. അവിടെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചികിത്സാ പിഴവുണ്ട് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. പക്ഷേ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ ആരോഗ്യവകുപ്പിൻ്റെ DMEയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നതിനെ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അല്ലേ? അരുൺകുമാർ, ഉറപ്പായുമാണ്. കാരണം തുടക്കം മുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട DME ആയിക്കോട്ടെ, പ്രാഥമികാരോഗ്യ കേന്ദ്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനയായ KGMO അടക്കമുള്ള എല്ലാവരും പൂർണ്ണമായും കുടുംബം ഉന്നയിക്കുന്ന വാദങ്ങളെ തള്ളുന്ന നിലപാടാണ് എടുത്തത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 2 മിനിറ്റ് ഗേറ്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതൊരു തടസ്സമല്ല എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നായിരുന്നു പോലീസും കരുതിയിരുന്നത്. അതിനിടയിലാണ് ഡോക്ടർമാർ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. സ്വാഭാവികമായും കുടുംബം ആദ്യം ഉന്നയിച്ച വാദത്തിൽ ഉറച്ചു നിൽക്കും. കാരണം അവർ ആദ്യം മുതൽ പറഞ്ഞത് ചികിത്സാ നിഷേധമാണ്. അത് തന്നെയായിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അവർ ഉന്നയിക്കുകയും. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആധികാരികമാണ്, അതിൽ ഹൃദയാഘാതമെന്ന് കൃത്യമായി പറയും. ഇപ്പോൾ ഒരു നിമിഷം ജാസ്മിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ബിസ്മീറിന്റെ ഭാര്യ. ജാസ്മിൻ, നമസ്കാരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജാസ്മിൻ, ഹൃദയാഘാതമാണ്, കാർഡിയാക് അറസ്റ്റ് ആണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത് ജാസ്മിൻ? ഇത് 19-ാം തീയതി ഇത് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് പോയ ആൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്താളിച്ച് നിൽക്കുകയാണ്. അന്ന് ഞാൻ ആരോടും ഇത് പറഞ്ഞില്ല. പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ചേട്ടനോട് പറയുന്നത്. പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം എന്നോട് പറയുന്നത് ഞാൻ ആ ഡോക്ടറിനോട് പോയി സംസാരിക്കാം, അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവരാണ് പറഞ്ഞത് നിങ്ങൾ പോയി കേസ് കൊടുത്തോളൂ, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോഴും ഞങ്ങൾ എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് CPR കൊടുത്തില്ല എന്നാണ്. അപ്പൊ ഒരുപാട് ചോദിക്കുന്നത് എങ്ങനെയാണ് ബോധമുള്ളവർക്ക് CPR കൊടുക്കുന്നതെന്ന്. പക്ഷേ ആ ഹോസ്പിറ്റലിനകത്ത് കയറുന്ന സമയം തന്നെ എന്റെ ഹസ്ബൻഡിന് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ആ സമയം മുതൽ ഞാൻ അനങ്ങുന്നില്ല എന്ന് വിളിക്കുന്നുണ്ട്. ആംബുലൻസിൽ 1:37 കയറുന്ന സമയത്താണ് ഞാൻ CPR കൊടുക്കാൻ പറയുന്നത്. എന്തുകൊണ്ട് കൊടുത്തില്ല? അതെനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ ഹസ്ബൻഡ്
വരുമായിരിക്കാം. അപ്പൊ എന്താ വിധി എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ അതെപ്പോഴും ഒരു വിഷമായിട്ട് കിടക്കും, CPR കൊടുത്തില്ലല്ലോ എന്നുള്ളത്. മനസ്സിലായി. ജാസ്മിൻ, ഒരു സംശയം ചോദിക്കട്ടെ. അന്ന് ഇപ്പൊ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത് 2 ദിവസം മുമ്പ് ഇതേപോലൊരു ബുദ്ധിമുട്ട് വന്നിരുന്നോ ഇതിനു മുൻപ് നമ്മുടെ ബിസ്മീറിന്? വന്നിരുന്നു സാർ. അതായത് ശനിയാഴ്ച പുലർച്ചെ 2:30 ആയപ്പോഴത്തേക്ക് ശ്വാസമുട്ടൽ വരികയും ഞാൻ അപ്പൊ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ അന്ന് ചികിത്സ അന്ന് കിട്ടി. അന്ന് അതിന് ശേഷം ഡോക്ടർ പറഞ്ഞിരുന്നു വേണമെങ്കിൽ ഒരു മികച്ച ഡോക്ടറെ കാണിക്കണം, വേറെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു അന്ന്. ഡോക്ടർ ചോദിച്ചു ഇങ്ങനെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇനി വരുവാണെങ്കിൽ ഏതെങ്കിലും റെസ്പിറേറ്ററി മെഡിസിനിൽ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ബിസ്മീർ ഇത് ആദ്യമായിട്ട് വന്നതാണല്ലേ അന്ന്? അതായത് ആദ്യം പോകുമ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ശ്വാസം ആദ്യമായിട്ടാ വരുന്നത്, ഇങ്ങനെ വന്നിട്ടേ ഇല്ല. ഈ കാർഡിയാക് അറസ്റ്റ് വരുന്നതും ഹൃദയാഘാതം വരുന്നതും ആദ്യമായിട്ടല്ലേ? അതെ, ഫസ്റ്റ് ടൈം വന്നു. പക്ഷേ എന്ത് ചെയ്യാം, അത് സിവിയർ ആയിപ്പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്താണ് ജാസ്മിൻ മുന്നോട്ടുള്ളത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഇനി അത് നിൽക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് സാർ. ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, എന്തായാലും എന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടത്തില്ല, പക്ഷെ ഇനി ഒരാൾക്ക് ഇത് വരാൻ പാടില്ല. ഇതായിരുന്നു ഞാൻ കൊടുത്ത പരാതിയിൽ ഹൈലൈറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ CHCയിലെ സംവിധാനങ്ങൾ മാറട്ടെ എന്നായിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആശയം, അതായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ വരുന്ന മെസ്സേജ് ആ CHCയിൽ നൈറ്റില് ഡോക്ടർ ഇല്ല, സേവനങ്ങളില്ല, കിടത്തി ചികിത്സയില്ല, ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ സൂപ്രണ്ട് എടുത്തേക്കുന്ന തീരുമാനം. പക്ഷെ ഇതിൽ എന്താണ് സാർ ഉള്ളത്? ഒരു നല്ല നടപടിയായിട്ട് എനിക്കത് തോന്നുന്നില്ല. മനസ്സിലായി. അപ്പോൾ ഇന്നിപ്പോ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഈ CPR കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു മനസ്സിലൊരു വിഷമമായി കിടക്കുന്നത് അല്ലേ ജാസ്മിൻ? അതെ സാർ, അതെ. ഓക്കെ, താങ്ക് യു ജാസ്മിൻ. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് പുറത്തു വരുന്നതെന്ന്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അത് കാർഡിയാക് അറസ്റ്റാണ് എന്നുള്ളതാണ്. ഡോക്ടർ അത് വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് സമാനമായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് ജാസ്മിനും സമ്മതിക്കുന്നുണ്ട്. ബിസ്മീറിനെ ഇതേ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയതാണ് പുലർച്ചെ 2:30. മികച്ച റെസ്പിറേറ്ററി സംവിധാനമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക്, കാർഡിയോ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നും ബിസ്മീർ കാണിക്കാത്തത് കൊണ്ടാവാം ജാസ്മിനോ കുടുംബമോ മറ്റു ആശുപത്രിയിലേക്ക് പോകാനുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഈ ഹൃദയാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇതേപോലെ ഉപദേശം കിട്ടിയാൽ ഒരു കാരണവശാലും പോവാതിരിക്കരുത്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ വേദനയൊക്കെ അങ്ങ് പോയി, അസ്വസ്ഥതയൊക്കെ പോയി, പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ നെഞ്ചരിച്ചിലോ ഗ്യാസോ ഒക്കെ ആയിരിക്കും എന്നാണ് സാധാരണ പറയുക. അല്ല, അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും നിങ്ങൾ ഡോക്ടറെ കണ്ട് തന്നെ അതിനൊരു നിവൃത്തി വരുത്തണം. അത്യാവശ്യം വേണ്ടി വന്നാൽ എക്കോ ഒക്കെ എടുക്കുക, ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നാൽ ആൻജിയോഗ്രാം ചെയ്യുക. എന്നാൽ മാത്രമേ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ വേണമെന്ന് നമുക്കറിയത്തുള്ളൂ.